പബ്ലിഷറിന് ആന്റിസിപ്പേറ്ററി ബെയിൽ കിട്ടിയല്ലോ. അതുപോലത്തെ കുറെ പെണ്ണുങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മളെ കുറിച്ച് അനാവശ്യ കഥകൾ ഉണ്ടാക്കുക. നമ്മൾ നമ്മുടെ വീട്ടിനകത്ത് നിങ്ങളിപ്പോ കാണുന്നുണ്ട്. ഞാൻ ഇതിന്റെ വീഡിയോ ക്ലിപ്പിംഗ് ഞാൻ ഇവിടെ ഇരിക്കുന്നതും ഈ മുറിയിൽ ഇരിക്കുന്നതായിട്ടുള്ള വീഡിയോ ക്ലിപ്സ് എന്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഉള്ള റൂം, അങ്ങോട്ട് റൂമുണ്ട് ഇഷ്ടം പോലെ. അപ്പം അവിടോട്ടൊക്കെ പോകും. അടുക്കളയിലും കൂടെ ഉള്ളു ക്യാമറ. അപ്പൊ നമ്മൾ ഇവിടെയാണ്, ഞാനും എന്റെ അമ്മയും മാത്രമേ ഉള്ളൂ. പക്ഷെ കഥകൾ ഉണ്ടാക്കുക. ഇവിടെ കുറെ ഈ നാട്ടിൽ കുറെ എന്താ ഗർഭ സത്യാഗ്രഹം അങ്ങനെയുള്ള കുറെ ഗർഭക്കഥകളൊക്കെ ഉണ്ടാക്കുന്ന കുറെ കൂട്ടുകാർ ഇവിടെ ഉള്ളൂ. നമ്മളില്ലാതിരുന്നാലും നമ്മുടെ സ്വഭാവഹത്യ ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നേടിയെടുക്കുക. നമ്മുടെ സ്വഭാവഹത്യ ചെയ്തിട്ട് അത് കാരണമാണ് ഡിവോഴ്സ് നടന്നതെന്നുണ്ടാക്കുക, കഥകളൊക്കെ ഉണ്ടാക്കുക. ഇങ്ങനത്തെ ഇവർ പ്രീ പ്ലാൻഡ് ആയിട്ടാണ് ഓരോരോ കല്യാണങ്ങളൊക്കെ ഈ ഓഡിറ്റോറിയത്തിലൊക്കെ നടത്തുന്നത്. ഇത് മാത്രമല്ല എല്ലാവരും സംഭവിക്കുന്നുണ്ട്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് എടുത്താൽ ഇതുപോലുള്ള കുറെ പെണ്ണുങ്ങൾ ഇങ്ങനെ എന്താ കരുതിക്കൂട്ടി ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ എന്തും ചെയ്യും. അതുപോലെ ഇപ്പോഴത്തെ AI-യും എഡിറ്റിങ്ങും ഒക്കെ വെച്ചിട്ട് പല പല കള്ളത്തരങ്ങളാണ് ഇവന്മാര് കാണിക്കുന്നത്. നമ്മളുടെ ഫോൺ പല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, മിസ്യൂസ് ചെയ്യുന്നുണ്ട് ഇവന്മാര്. നമ്മുടെ ക്യാമറ ഓഫ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള സൈബർ ക്രൈംസ് ഈ കൂട്ടർ ചെയ്യുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള കള്ളക്കഥകൾ നമ്മളെ കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ തെളിവിന് വേണ്ടി ഇങ്ങനത്തെ കള്ളമായിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള എവിഡൻസ് കൊടുക്കുക. ഇതൊക്കെയാണ് ഇവന്മാരുടെ പരിപാടി. നമ്മളൊന്നും ഉൾപ്പെട്ടിട്ടുള്ളതല്ല. നമ്മുടെ വഴി കൂടെ ഇങ്ങനെ ഒരു സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഒരു വാർത്തകൾ ഉണ്ടാവും. അതിന്റെ ഒരു മോനും കൂടി ഇതുവഴി ഇങ്ങനെ നടക്കുന്നത് ഇങ്ങോട്ടാണ് വരുന്നത്, കഥ ഉണ്ടാക്കുക. അതിന്റെ അങ്ങനെ ഫ്രണ്ട് ഗേറ്റിന്റെ മുന്നിൽ ഇങ്ങനെ വന്ന് പ്രതിഷ്ഠിച്ച് നിൽക്കുക. ഇതൊക്കെ ഇവരുടെ ചില പരിപാടികളാണ്. അങ്ങനത്തെ വീഡിയോസ് എന്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇവരെ ഈ അടിച്ച് പഠിക്കാത്ത കേട്ടിട്ടില്ല ഈ സുബ്രഹ്മണ്യം എന്ന് പറയുന്നവരെ അതിന്റെ പോലെയൊന്നും. ഈ ഓരോക്കത്തിലെ എന്നിട്ട് വന്ന് നമ്മളെ കുറിച്ച് കഥ ഉണ്ടാക്കുക. ഇവിടെ ഇരുന്നാലും കഥകൾ ഉണ്ടാക്കുക. എന്നിട്ട് ഒരു ശ്രീലത ഒരു സമാനം വന്നിട്ട് അവർ നമ്മളെ കുറിച്ച് നമ്മളായിട്ട് ആൾമാറാട്ടം നടത്തുക. ഇതൊക്കെയാണ് ഇവന്മാരുടെ പരിപാടി. ഇതുപോലെ ഈ ഇവന്മാരുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഹണി ട്രാപ്പിംഗ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിക്കുന്നത് നമ്മളെ ഈ ഇങ്ങനെ ചില ട്രാപ്പ് ചെയ്യേണ്ട ടാർഗറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഉണ്ട് ഇവന്മാര്. അവരെ എങ്ങനെയും വകവരുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക, ബന്ധം ഒഴിക്കുക, പിന്നെ വകവരുത്തുക, കൊല്ലുക, പിന്നെ പല രീതിയിലുള്ള ആക്സിഡൻസ് ഉണ്ടാക്കുക. അങ്ങനെയൊക്കെ കിട്ടുന്ന ജോബ് ലോസ് ഇൻഷുറൻസ് അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് അതൊക്കെ വാങ്ങിച്ചോണ്ട് ഇവന്മാരുടെ പാട്ടിന് പോവുക, ഡിവോഴ്സ് വാങ്ങിച്ച് പോവുക. അങ്ങനെയൊക്കെയാണ്. ഇതുപോലെ തന്നെയാണ് ഈ സിജി സുബ്രഹ്മണ്യന്റെ ഒരു പള്ളിപ്പാട്ടുകാരിയാണ് കല്യാണം കഴിച്ചത്. ഇപ്പൊ അവളെ എത്തിയെന്നൊന്നും അറിയില്ല. അവരുടെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പം ഇപ്പൊ ഇവരെ ജോബ് ലോസ് ഇൻഷുറൻസ്, ഗൾഫിലെ ജോലിയുടെ ജോബ് ലോസ് ഇൻഷുറൻസ് ഒക്കെ കിട്ടി കഴിഞ്ഞപ്പോ ഇവരുടെ പാട്ടിന് പോയി. ഇപ്പൊ ഇവിടെ കാണുന്നില്ല. ഇപ്പൊ ഇവൻ ഇങ്ങോട്ട് നമ്മളെ പേര് പറഞ്ഞുകൊണ്ട് എന്തുവാ കഥയുണ്ടാക്കാൻ നടക്കുക. ഈ കണിയാന്റെ മോനും സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത്, അവന്റെ മോൻ സിജി സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത്. അവൻ പാതിരാത്രി തിരുവഴി പോയിക്കൊണ്ടാ ചുമ്മാതെ 2020 ഇതുപോലെ കഥയുണ്ടാക്കി. എന്നിട്ട് ഇവന്മാരൊരു കഥയുണ്ടാക്കും. കുറെ ഫോണും പിടിച്ച് ഇവൻ ഇരിപ്പാ ജോലി. ഇവൻ വർഷങ്ങളായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഇവരുടെയൊക്കെ സോഴ്സ് ഓഫ് ഇൻകം എവിടെ നിന്നാണെന്ന് അന്വേഷിക്കണം. കുറെ അവന്മാരുണ്ട് ഈ നാട്ടിൽ ഭയങ്കര ഒന്നും ഇല്ലാത്തവന്മാര് ഭയങ്കര പൈസക്കാരായവര്. ഇവരുടെയൊക്കെ സോഴ്സ് ഓഫ് ഇൻകം എവിടെ നിന്നാണെന്ന് ഗവൺമെന്റ് കറക്റ്റ് ആയിട്ട് അന്വേഷിച്ചാൽ മനസ്സിലാവും. ഈ കള്ളത്തരങ്ങളല്ല. കുറെ ആൾക്കാരുണ്ട് ഇങ്ങനെ പാമ്പിടിച്ച ആൾക്കാരെ ടാർഗറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നല്ല ശരിക്കും കള്ളത്തരങ്ങൾ കാണിച്ച് നല്ലപോലെ ഇതാക്കുന്നത്. നമ്മുടെ സ്വഭാവസത്യം ചെയ്യുക. ഇതൊക്കെ ഇവന്മാരുടെ ജോലി. ഇങ്ങനെയാണ് കുറെ അവന്മാരും ജീവിക്കുന്നത്. മറ്റുള്ളവരെ ഇത്തിൽ കണ്ണി ആക്കി നമ്മളെ വെച്ച് നമ്മളുടെ മേലിൽ ഇത്തിൽ കണ്ണിയെ പോലെ ഇതാക്കിക്കൊണ്ട് ജീവിക്കുന്ന കുറെ ക്രിമിനലുകൾ ഈ ലോകത്തുണ്ട്. തേർഡ് റേറ്റ് ക്രിമിനലുകൾ. ഞാൻ LLB-യും MBA-യും മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനും ചെയ്തതാണ്. എന്നിട്ട് LLB കഴിഞ്ഞ് നമ്മുടെ എൻറോൾ ചെയ്ത് കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് 2001 പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഓഗസ്റ്റ് 2001 എന്റെ എൻറോൾമെന്റ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് 2002 ജൂൺ 16 ഇവനെ കല്യാണം കഴിച്ചത്. ഇതെല്ലാം സെറ്റാണ്. ഈ ഡ്രാമാസ് എല്ലാം സെറ്റാണ്. ഇവന്റെ കുറച്ച് ബന്ധുക്കൾ, ഇവന്റെ കുറച്ച് റിലേറ്റീവ്സ് എന്ന് പറയുന്നത് രാജമ്മ എന്ന് പറയുന്നവരുടെ ഭർത്താവിന്റെ പെങ്ങള് മോൻ കല്യാണം കഴിച്ചിരിക്കുന്നവരുടെ ആൾക്കാരാണ്, ഇവരുടെ അയൽക്കാര്. അപ്പൊ ഇവരിങ്ങനെ ഉണ്ടാക്കുന്ന കെണിയായിരുന്നു എനിക്ക് വേണ്ടിയിട്ടുള്ളത്. ആദ്യത്തെ ദിവസം മുതൽ ഇവൻ ചോദിക്കുന്നതാണ്, നീ എത്ര പേരുടെ കൂടെ പോയിട്ടുണ്ട്? അപ്പൊ ഇതൊക്കെ പ്രീ പ്ലാൻഡ് ആണ്. നീ എത്ര പേരുടെ കൂടെ പോയിട്ടുണ്ട്?
ഇതിന് മുന്നേ എത്ര പേരോടെ പോയിട്ടുണ്ട് അവന്റെ ആദ്യത്തെ ചോദ്യങ്ങളാണ്. പിന്നെ 10ാമത്തെ ദിവസം മുതൽ അടി തുടങ്ങി. പിന്നെ നമ്മൾ കോടതിയിൽ പോയിട്ട് തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ എന്താ കോടതി വരാനോ കാർ വിറ്റ് ബാങ്കിലിട്ടാല് നീ കോടതി വരുമോ, നിന്റെ 2 ലക്ഷം പൂരാന്ന് പറഞ്ഞ ഭയങ്കര തെറിവിളിയാണ്. പിന്നെ ഇവർ അന്ന് മുതൽ നമ്മുടെ 103 സാധനം എടുത്തങ്ങ് വെച്ചിരിക്കുകയാണ്. ഒന്നും നമുക്ക് തരത്തില്ലായിരുന്നു. അവരെല്ലാം കൂട്ടിക്കെട്ടി വെപ്പായിരുന്നു ജോലി. എപ്പോഴും അവരെ പണയ വെപ്പ് പോലെ ഏതാണ്ടങ്ങ് വെച്ചിരിക്കുക. ആൾക്കാരൊക്കെ കൊടുക്കുക പെണ്ണുങ്ങൾക്ക് വേണ്ടി ജോലി. ഇതിനൊക്കെ കാഴ്ച കടം വാങ്ങിച്ചില്ല ഏതോ പെണ്ണുങ്ങൾക്ക് ആർത്തി വീഴാത്ത പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കുകയായിരുന്നു ഇവരുടെ ജോലി മുഴുവൻ. അതുപോലെ ഈ സെന്റിയൊക്കെ കാണുന്നുണ്ട്. അതൊന്നും എന്തുവാ തീരുന്നതിനനുസരിച്ച് ഓരോ ലക്ഷം രൂപ വീതം അത് വെച്ച് പൈസ എടുക്കും. പിന്നെ എങ്ങോട്ടാണെന്ന് നമുക്കറിയത്തില്ല. ഇത് കൊടുക്കുന്ന ആർക്കാ കൊടുക്കുന്നത്, ഏത് അവസ്ഥയാണെന്ന് നമുക്ക് അറിയത്തില്ല. ഇവൻ ഇപ്പോഴും ഇവരുടെ സ്വത്തൊക്കെ വിറ്റ് എന്തൊക്കെയോ പരിപാടികളൊക്കെയാണ് നടത്തിയിരിക്കുന്നത്. ഇവരെ പോലൊരു കള്ളൻ ഒരു വക്കീലാണ് ഇതിന്. ഇതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോലെ തന്നെ ആ കേസ് ഇവന്റെ ഫ്രണ്ട് രതീഷ് എന്ന് പറയുന്നവരെ ഇതാക്കിയത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പെണ്ണ് ഇതുപോലെ വന്നിട്ട് ഒരു എന്തുവാ ഓഫീസ് റൂമിൽ കയറി വക്കീൽ ഓഫീസിൽ കയറിയിട്ട് കുറെ മണ്ണെണ്ണ ഇട്ടും മേത്തോട്ട് ഒഴിച്ച് അപ്പോഴത്തേക്ക് ഇങ്ങനെയാണ് കഥകള്. ഇതാക്കിയ കഥകളാണ്, ചുമ്മാതാണ്, ഒന്നും സത്യമുള്ളതല്ല. എല്ലാം വന്നിട്ട് അപ്പോഴത്തേക്ക് ക്ലർക്ക് കണ്ട് ഓടി വന്ന് രക്ഷിച്ച് ഇവിടെ പിന്നെ ഇതുപോലെ തന്നെ റേപ്പ് ചെയ്തു, മറ്റേ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അലിഗേഷൻസ് ആണ്. അലിഗേഷൻസ് എന്ന് പറഞ്ഞാൽ ജയിലിൽ ഉടനെ ഇടുന്ന അലിഗേഷൻസ് ആണ് ഇവര് പറയുന്നത്. എന്നിട്ടും ഇവരിതുപോലെ എന്തുവാ ഒളിച്ചു പോയി. ഇതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കഥ തന്നെ അതാണ്. അവരും ആന്റിസിപ്പേറ്ററി ജയിലിൽ കിട്ടി. അപ്പൊ വക്കീൽ രാമപിള്ളയാണെന്ന് തോന്നുന്നു. രാമപിള്ള വാദിച്ച് റേപ്പ് അല്ലാതാക്കി. അങ്ങനെ ഭയങ്കരമായിട്ട് സംഭവങ്ങളാണ് ഇതെല്ലാം. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മളെ ഇതുപോലെ ട്രാപ്പ് ചെയ്ത ഇതൊക്കെയാണ് ഇവന്മാരുടെ പരിപാടി. സോമരാജൻ, അതുപോലെ ഈ ഒരു സുബ്രഹ്മണ്യൻ, അവരുടെ വീട്ടിലെല്ലാം എന്നോട് ഇത് തന്നെ പരിപാടി. ഇവന്മാരുടെയൊക്കെ ഫോൺ ട്രാക്ക് ചെയ്ത ഇവന്മാരുടെ എന്താ പരിപാടികളാണ്. ഇങ്ങനെ ഫുൾ ടൈം ഫോൺ വെച്ചുകൊണ്ടിരിക്കുക ജോലി. പക്ഷെ ഇവന്മാരുടെ ഫോൺ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾ അന്വേഷിക്കണം. നല്ല രീതിയിലുള്ള ഇതൊന്നുമല്ല. ഇവന്മാരുടെയൊക്കെ ഫോണിൽ ഏതോ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മുടെ മുഖത്തോട്ട് ലേസർ അടിക്കുക. ഭയങ്കര രോഗങ്ങളാണ്. നമ്മുടെ മുഖം വെളുക്കാനൊക്കത്തില്ല, നമ്മുടെ പുല്ലും കിളിക്കാനൊക്കത്തില്ല, നമ്മുടെ മുടി കിളിക്കാനൊക്കത്തില്ല. ഭയങ്കര രോഗങ്ങളാണ്. നമ്മുടെ മുടി കിളിച്ച ഉടനെ രോഗം വരും. പിന്നെ നമ്മുടെ മുഖം വെളുത്ത ഉടനെ ഇവർക്ക് രോഗം വരും. ഭയങ്കര രോഗമാണ്. എന്തോ രോഗമാണ് അറിയത്തില്ല. അതുപോലെ നമ്മളെ ഇങ്ങനെ വീർപ്പിക്കും. ബ്ലോട്ടിംഗ് ഗ്യാസ് അടിച്ച് നിങ്ങൾക്ക് തന്നെ അറിയാം. 2 ദിവസം മുമ്പുള്ള ഇതൊക്കെ എടുത്ത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇന്നത്തേതും അന്നത്തേതും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം. പറയുന്നതിനുള്ള ഡിഫറൻസ് അത് കേക്ക് മനസ്സിലായില്ലേ? ഇത്രയും ഒന്ന് വീർപ്പിക്കും ആനയുടെ കൂട്ട്. അപ്പൊ ഓരോരുത്തർ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ കള്ളത്തരങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നത്. എഡിറ്റിങ്ങിന് വേണ്ടി ഇവിടെ വേറെ ആരാണ് അതൊക്കെ ഉള്ളത്. ഇപ്പം അങ്ങനെയൊക്കെ